CPM എത്ര രൂപ പിരിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാമോ? ഇല്ല, ഞങ്ങൾ ഒരു രൂപത്തിലും ഡയറക്റ്റ് ആയിട്ട് പണം പിരിച്ചിട്ടില്ല. ഏതെങ്കിലും കമ്മിറ്റിയോ ഏതെങ്കിലും മറ്റ് MLA-മാർ മറ്റ് MP-മാർ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതാത് സമയത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടാണ്, ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ട് ആണ്. എത്ര രൂപ വന്നു? അരുൺകുമാർ പറ. അങ്ങനെ ഒരു പിരിവ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതെല്ലാം തിരിഞ്ഞു പോകുന്ന സാഹചര്യം വരും. മാധു വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സ്ക്രീനിൽ കാണും. മാധു എനിക്ക് അയച്ച ലിങ്ക് ഓപ്പൺ ആകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പൺ ആക്കി അത് വെരിഫൈ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. CPM എത്ര രൂപ പിരിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാമോ? അത് മനസ്സിലായല്ലോ ശ്രീ രാജു പിന്നാർ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വീട്ടിലും ചെന്ന് കേക്കൂ CPM കേരളത്തിലെ മുഴുവൻ വീടുകളിലും ചെന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഒരു നോട്ടീസ് പ്രിന്റ് ചെയ്ത് ആ ദുരന്തത്തിന്റെ ഏറ്റവും വിഷമിക്കുന്ന ആ ഘട്ടം വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാനാണ് പറഞ്ഞത്. കൂലിപ്പണിയെടുത്ത് ബിരിയാണി നടത്തി തടിച്ചു വന്ന് 20.5 കോടി രൂപ 20.5 കോടി രൂപ DYFI മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. CPM-ന്റെ ഇപ്പോഴത്തെ വെബ്സൈറ്റിൽ കിടക്കുന്ന, ഇനി ഇപ്പോൾ നികേഷ് കുമാർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലാത്ത ഒരു റിലീസിനെ കുറിച്ച് പറയാം. August 1, 2024 വയനാട് ട്രാജഡി എക്സ്പ്രസിംഗ് സോളിഡാരിറ്റി ബൈ ഡൊണേറ്റിംഗ് ജനറസ്ലി. ആദ്യം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതോടെ നിൽക്കട്ടെ. എ സ്പെഷ്യൽ ഫണ്ട്, the Wayanad Relief Fund is being set up by the CPM Central Committee Office, AK Gopalan Bhavan, New Delhi, 110. Central Committee appeals all to generously donate to this fund. Bank details: account name Communist Party of India Marxist, account number 07621004328853, bank Punjab and Singh Bank, branch Bhai Veer Singh Sahitya Sadan, New Delhi. ഈ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു അരുൺകുമാറെ? നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടാണ്, ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ട് ആണ്. എത്ര രൂപ വന്നു അരുൺകുമാർ പറ. CPM എത്ര പണം പിരിച്ചു എന്ന് രാജു പിന്നാർ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. CPM അങ്ങനെ ഒരു ഫണ്ടിനെ കുറിച്ച് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനല്ലേ CPM ആഹ്വാനം ചെയ്തതെന്ന് അങ്ങ് പറഞ്ഞതായിരുന്നു എന്റെയും വിവരം. അങ്ങിപ്പോ പറയുന്നല്ല നേരത്തെ. പക്ഷെ അദ്ദേഹം നിങ്ങളുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഡൽഹിയിലെ AKG സെന്ററുമായി ബന്ധപ്പെട്ട അഡ്രസ്സും അതിലേക്ക് പണം സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിങ്ങൾ കൊടുത്ത റിലീസും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ അദ്ദേഹത്തിന്റെ ആ മൊബൈൽ സ്ക്രീൻ സൂം ചെയ്യുന്നുണ്ട്. അതിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ കാണുന്നത് എന്നതിന് കാണുന്നുണ്ട്. അപ്പോ ഇത് ഒരു വ്യാജരേഖയാണെന്നാണോ? ഇങ്ങനെ ഒരു അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പണം പിരിച്ചിട്ടുണ്ടോ? അതിൽ എത്ര പൈസ ഉണ്ടായിരുന്നു? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? എന്നെ കണ്ടപ്പോഴേ എന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. ഇല്ല, ഞങ്ങൾ ഒരു രൂപത്തിലും ഡയറക്റ്റ് ആയിട്ട് പണം പിരിച്ചിട്ടില്ല. ഏതെങ്കിലും കമ്മിറ്റിയോ ഏതെങ്കിലും മറ്റ് MLA-മാർ മറ്റ് MP-മാർ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതാത് സമയത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒരു തരത്തിൽ പോലും അത് കൈമാറാതിരുന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം മൊബൈലിൽ കാണുന്ന രേഖ എനിക്ക് കാണാൻ കഴിയില്ല, ഞാൻ ആ രേഖ കണ്ടിട്ടില്ല. ഏതായാലും ഒരു തരത്തിലല്ല. അല്ല, ഇവിടെ കൊണ്ട് 330 വീട് നിർമ്മിച്ചവരല്ലേ? ഞാൻ ആ രേഖ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്കതൊന്ന് ഫോർവേഡ് ചെയ്തു. ഞാനത് വായിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതെല്ലാം തിരിഞ്ഞു പോകുന്ന സാഹചര്യം വരും. അത് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സ്ക്രീനിൽ കാണും. ഒരു രേഖ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ കാണിച്ചിട്ട് ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. ഞാനത് പരിശോധിച്ചിട്ട് പറയാം. അഡ്വക്കേറ്റ് അരുൺകുമാറിന് അയച്ചു തരാം. അപ്പൊ പിന്നെ അങ്ങേക്ക് അത് നേരിട്ട്
ബോധ്യപ്പെടുകയും ചെയ്യാമല്ലോ. ഞാൻ അങ്ങേക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ ലിങ്ക് തന്നെ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വയനാട് ട്രാജഡി എന്നുള്ളതാണ് അതിന്റെ ഹെഡിംഗ് എന്ന് പറയുന്നത്. കെ അരുൺകുമാർ, ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. CPM വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. ആരോപണങ്ങൾ വന്നതിന്റെ മൊമെന്റിലല്ല എം സ്വരാജ് വാക്ക് ഉപയോഗിച്ചത്. മാസങ്ങൾ 1.5 വർഷത്തിന് ശേഷമാണ് ഉപയോഗിച്ചത്. അങ്ങിപ്പോ ശരിയാണ്, അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ അത് വാദത്തിനെടുത്തു. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ അത് വാദത്തിനെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു മൊമെന്റ് അവർക്ക് കൊടുക്കണം. എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം നേടാ. അത് CPM ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന രേഖ. നിങ്ങളുടെ സംസ്കാരമാണ്. പരാമർശങ്ങൾ ഒരു പൊതുവേദി ഉപയോഗിക്കരുത്. ഒരു രേഖ കിട്ടിയാൽ അത് ഒരു മിനിറ്റ് തരൂ. അഡ്വക്കേറ്റ് ദയവ് ചെയ്ത് ശ്രീ രാജു പിന്നാർ സംസാരിക്കരുതേ. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ ഹോമിൽ പോകുമ്പോൾ ഇതാണ് അതിന്റെ സ്ക്രീൻ. ഒന്ന് ക്യാമറ ഒന്ന് സൂം ചെയ്യൂ. ഇതാണ് അതിന്റെ സ്ക്രീൻ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ഈസ് കമ്മിറ്റഡ് ടു റൈറ്റ് ടു വർക്ക് ടു ഫ്രീഡം ഫ്രം ഹങ്കർ എന്ന് നിങ്ങളുടെ തലവാചകങ്ങൾ എഴുതിയ, നിങ്ങളുടെ ആപ്തവാക്യങ്ങൾ എഴുതിയ ഈ സ്ക്രീൻ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ എന്ന് ഞാൻ അയച്ച ലിങ്കിൽ നിന്ന് അങ്ങേക്കത് ബോധ്യപ്പെടാം. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അങ്ങ് ബോധ്യപ്പെടൂ. അങ്ങേക്കറിയാമല്ലോ. ഇപ്പൊ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അറിയില്ല, രാജു പിന്നാർക്ക് അറിയില്ല. ഞങ്ങൾ കാത്തിരിക്കാം. അങ്ങ് വെരിഫൈ ചെയ്യൂ. അങ്ങേക്കറിയാമല്ലോ. അങ്ങ് പാർട്ടി ക്ലാസ്സിൽ കുറച്ച് ഇരുന്നിട്ടുണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞേ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അല്ല മാധു, ഒറ്റ മിനിറ്റ്. മാധു എനിക്ക് അയച്ച ലിങ്ക് ഓപ്പൺ ആകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പൺ ആക്കി അത് വെരിഫൈ ചെയ്യണം. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് പരിശോധിക്കട്ടെ. ഇത്തരത്തിൽ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഒരു രേഖ അയച്ചിട്ട് ഇത് പരിശോധിച്ച് ഇപ്പോൾ തന്നെ പറയാം. നമുക്കിരിക്കാം. ഒരു കുഴപ്പമില്ല, ഒരു സംശയമില്ല. ശ്രീ രാജു പിന്നാർ ഓപ്പൺ ചെയ്ത് വായിച്ച ലിങ്ക് എനിക്ക് അയച്ചു. എനിക്ക് ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങേക്ക് അതിനുള്ള സംവിധാനമില്ലേ? ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ആ സംവിധാനം ഇല്ല. ശരി, ഞങ്ങളുടെ ക്യാമറയിലേക്ക് വെക്കൂ. എന്നിട്ട് ലിങ്ക് ഒന്ന് പ്രസ് ചെയ്യൂ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എനിക്ക് മനസ്സിലായില്ല. അയക്കുന്നു. ഇത് പരിശോധിച്ച് നോക്കാനുള്ള ഒരു അവസരം നമുക്ക് വേണം. അല്ലാതെ ഇപ്പോൾ തന്നെ നോക്കി നിങ്ങൾ അത് പറയൂ. ഇത് ജനാധിപത്യ മര്യാദ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുകയാണ്.